നമ്മുടെ ശാസ്ത്ര മേഖല പല കാര്യങ്ങളും കണ്ടെത്തുന്നതിന് മുൻപേ ആ സാങ്കേതിക വിദ്യകൾ ബയോളജിക്കലായി ഉൾക്കൊള്ളുന്ന പക്ഷികൾ ഈ ലോകത്തുണ്ട്. അവ പ്രകൃതിയുടെ സൂപ്പർ ഹീറോസ് ആയ പക്ഷികളാണ്. മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകൾ സംസാരിക്കുകയും അത് ഓർത്തു വെക്കുകയും ചെയ്യുന്ന തത്തകളെ നാം ശ്രദ്ധിക്കാറുണ്ട്. പ്രാവുകൾക്ക് അവയുടെ കൂട്ടിലേക്ക് വളരെ ദൂരെ നിന്ന് ദിശ കണ്ടെത്തി പറന്ന് എത്തുവാൻ കഴിയും. ഇതേപോലെ മറ്റു പക്ഷികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഏതൊക്കെയെന്നും അതിനു പിന്നിലെ സയൻസ് എന്തെന്നും ഇനി നോക്കാം. ഒന്ന്, ഹോമിംഗ് പീജിയൻസ്. ജീവനുള്ള GPS സിസ്റ്റം ആണ് ഈ പ്രാവുകൾ. നിങ്ങൾക്കറിയാം, GPS എന്നാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ദിശ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. ഈ പ്രാവുകൾക്ക് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നും കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കൂട്ടിലേക്ക് പറന്നെത്തുവാൻ കഴിയും. ഭൂമിയുടെ കാന്തിക വലയം അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുവാൻ ഈ പ്രാവുകൾക്ക് കൊക്കിലും തലച്ചോറിലുമായി ഉള്ള ഇരുമ്പ് തരികളുടെ സാന്നിധ്യം വഴി കഴിയും. സൂര്യന്റെ സ്ഥാനമനുസരിച്ച് ദിശ ക്രമീകരിക്കുവാനും സാധിക്കും. മണം പിടിച്ച് ഓരോ മേഖലയെയും മനസ്സിലാക്കുകയും ആകാശത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളിലെ നദികളും ഹൈവേകളും കെട്ടിടങ്ങളുമെല്ലാം ഓർത്തു വയ്ക്കുവാനും അത് ദിശാസൂചികളായി ഉപയോഗിക്കുവാനും കഴിയും. ഈ 4 തരം സംവിധാനങ്ങൾ കൂടിച്ചേർന്നാണ് പ്രാവിന്റെ GPS പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ അപ്പുറം നിന്നും ഈ പ്രാവുകൾക്ക് പറന്നെത്തുവാൻ കഴിയും. അടുത്ത പക്ഷിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. വവ്വാലുകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് മുട്ട വിരിയിച്ചാണോ പ്രസവിച്ചാണോ? കമന്റ് ചെയ്യുക. രണ്ടാമത്തേത് തത്തകൾ. മിമിക്രിയുടെ ആശാനാണ് തത്ത എന്ന് പറയാം. ശബ്ദങ്ങൾ ഏറ്റുപറയുക മാത്രമല്ല, അത് ഓർത്തു വെച്ച് പിന്നീട് പറയുവാനും തത്തകൾക്ക് കഴിയും. ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും അവയ്ക്ക് മനസ്സിലാക്കുവാനും കഴിയും. ഇതിന് പിന്നിലെ കാരണം പറയുമ്പോൾ തത്തകളുടെ തലച്ചോറിൽ ശബ്ദങ്ങൾ മനഃപ്പാഠമാക്കുവാനുള്ള ഒരു വികസിത സർക്യൂട്ട് ഉണ്ട്. സാമൂഹികമായി ഇടപഴകുവാനുള്ള ബുദ്ധിയും അതിനുണ്ട്. ആഫ്രിക്കൻ ഗ്രേ ഇനത്തിൽ ഉള്ള തത്തകൾക്ക് ഓരോ വസ്തുക്കളുടെയും പേര് ഓർത്തു വയ്ക്കുവാനും അത് പറയുവാനും കഴിയും. What am I doing? Pour water. Yes, that's right. Pour water. Good bird. All right, I gotta. 3, മൂങ്ങ. രാത്രിയിലെ നിശബ്ദ സഞ്ചാരികളാണ് ഇവ. രാത്രി സമയത്ത് വ്യക്തമായി ഇവയ്ക്ക് കാഴ്ച ലഭിക്കും. അതേപോലെ തന്നെ വളരെ ചെറിയ ഞരക്കം പോലും ഇവയ്ക്ക് കേൾക്കുവാൻ കഴിയും. നിശബ്ദമായി പറക്കുവാനും കഴിയും. ചിറകടിക്കുമ്പോൾ ശബ്ദം വരാത്ത രീതിയിലുള്ള പ്രത്യേക തൂവലുകളാണ് ഇവയുടേത്. മഞ്ഞിന്റെ ഉള്ളിലോ മണ്ണിനടിയിലോ ഉള്ള എലിയുടെ ശബ്ദം പോലും കേൾക്കുവാൻ ഇവയ്ക്ക് കഴിയും. ഇരുട്ടത്ത് വ്യക്തമായി കാഴ്ച ലഭിക്കുന്ന വലിയ കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. എന്നാൽ പകൽ സമയത്ത് ഇവയുടെ കണ്ണിലേക്ക് കൂടുതൽ വെളിച്ചം പ്രവേശിക്കുന്നത് മൂലം വ്യക്തമായൊന്നും കാണുവാൻ കഴിയുകയുമില്ല. മൂങ്ങകളുടെ പ്രത്യേക കഴിവായി എടുത്തു പറയാനുള്ളത് അതിന്റെ കേൾവി ശക്തിയും നൈറ്റ് വിഷൻ കാഴ്ചയുമാണ്. 4, പരുന്ത്. ദൂരക്കാഴ്ചയാണ് ഇവയുടെ പ്രത്യേകത. നമ്മൾ ദൂരക്കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പിലൂടെ നാം കാണുന്നത് പോലെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്ന് ഒരു കോഴിക്കുഞ്ഞിനെ പോലും സ്പോട്ട് ചെയ്യുവാൻ പരുന്തിന് കഴിയും. മനുഷ്യന്റെ സ്വാഭാവിക ദൂരക്കാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ പരുന്തിന് 8x സൂമാണ്, അല്ലെങ്കിൽ 8 ഇരട്ടി ദൂരക്കാഴ്ചയുണ്ട്. അതിന് ഇവയെ സഹായിക്കുന്നത് ഇവയുടെ കണ്ണിലെ വളരെ ദൃഢമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് കോശങ്ങളാണ്. കൂടാതെ ദൃശ്യങ്ങൾ പതിക്കുവാനായി 2 ഫോക്കൽ പോയിന്റുകൾ ഇവയുടെ കണ്ണിലുണ്ട്. ഒപ്പം വലിയ ഒരു റെറ്റിനായും ആണ് പരുന്തിന് ഉള്ളത്. അങ്ങനെയാണ് വളരെ ദൂരെയുള്ള വസ്തുക്കളും വ്യക്തമായി ഇവയ്ക്ക് കാണുവാൻ കഴിയുന്നത്. 4, ഹമ്മിങ് ബേർഡ്സ്. എല്ലാ പക്ഷികളും മുന്നോട്ട് പറക്കുമ്പോൾ പിന്നോട്ട് പറക്കുവാൻ കഴിവുള്ള പക്ഷിയാണിത്. അതേപോലെ തന്നെ വായുവിൽ പറന്നു നിൽക്കുവാനും ഇതിന് കഴിയും. വളരെ വേഗത്തിലുള്ള ചിറകടിയാണ് ഇതിൻ്റെത്. പിന്നോട്ട് പറക്കുവാൻ കഴിയുന്നതിന്റെ കാരണം 8ന്റെ ആകൃതിയിൽ വലയം വെച്ചാണ് ഇത് ചിറക് ചലിപ്പിക്കുന്നത്. ദീർഘനേരം ചിറകടിച്ച് വായുവിൽ നിൽക്കാൻ സാധ്യമാകുന്നത് ഇതിന് ശക്തമായ ചെസ്റ്റ് മസിലുകൾ ഉള്ളതുകൊണ്ടാണ്. ഈ ഹമ്മിങ് ബേർഡിന്റെ മെറ്റബോളിസം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ ജീവജാലങ്ങളെക്കാളും വേഗത്തിൽ ഇതിന്റെ ഊർജം കത്തിച്ചു കളയും. അങ്ങനെയാണ് പിന്നോട്ട് പറക്കുകയും വായുവിൽ പറന്നു നിൽക്കുകയും ചെയ്യുന്നത്. 6, പെൻഗിൻസ്. പെൻഗിനുകൾ പക്ഷികളാണെങ്കിലും അവ വായുവിലൂടെ പറക്കില്ല. പക്ഷേ വെള്ളത്തിനിടയിലൂടെ പറക്കുന്ന ഒരേ ഒരു പക്ഷി പെൻഗിനുകളാണ്. വളരെ ആഴത്തിലേക്ക് ഡൈവ് ചെയ്യുവാനും വളരെ വേഗത്തിൽ നീന്തുവാനും ഇവയ്ക്ക് കഴിയും. പെൻഗിനുകൾക്ക് വളരെ ഉറച്ച എല്ലുകളാണ് ഉള്ളത്. പക്ഷികളാണെങ്കിലും പെൻഗിനുകളുടെ ചിറകുകൾ തൂവൽ കൊണ്ടുള്ളതല്ല, അത് നീന്തുവാൻ സഹായിക്കുന്ന കൈകളാണ്. ദീർഘനേരം ശ്വസിക്കാതെ ഇരിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഓക്സിജൻ ഉൾക്കൊള്ളുന്ന രക്തമാണ് പെൻഗിനുകൾക്ക് ഉള്ളത്. അങ്ങനെയാണ് പെൻഗിൻസിന് 100 മീറ്റർ ആഴത്തിൽ വരെ ഡൈവ് ചെയ്ത ശേഷം
വളരെ വേഗത്തിൽ നീന്തി കരയ്ക്കെത്തുവാൻ കഴിയുന്നത്. 7. മരംകുത്തി. നല്ല കാതലുള്ള മരത്തടിയും നിഷ്പ്രയാസം കൊത്തിത്തുരക്കുവാൻ മരംകുത്തിക്ക് കഴിയും. 1 സെക്കൻഡിൽ 20 തവണ വീതമാണ് മരത്തിൽ ഇവ കൊത്തുന്നത്. ഒരു ചുറ്റിക വെച്ച് ശക്തമായ ഒരു സർഫേസിൽ തല്ലിയാൽ നമ്മുടെ കൈക്ക് വേദന ഉണ്ടാകാറുണ്ട് അല്ലെ? പക്ഷെ മരംകൊത്തി പക്ഷികൾക്ക് മരത്തിൽ കൊത്തുന്നത് വഴി അതിന്റെ തലച്ചോറിന് ഡാമേജ് ഉണ്ടാകുന്നില്ല. കൊത്തുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിന് തലയിൽ ഏൽക്കാത്ത രീതിയിൽ ഉള്ള സ്പോഞ്ച് പോലെയുള്ള തലയോട്ടിയാണ് ഇവയ്ക്കുള്ളത്. തലച്ചോറിന്റെ സംരക്ഷണത്തിനായി മരംകുത്തിക്ക് അതിന്റെ നാക്ക് തലച്ചോറിന് ചുറ്റും വളച്ചു വയ്ക്കുവാൻ കഴിയും. ഇവിടെ കഴുത്തിന് ശക്തമായ പേശികളും ഉണ്ട്. മരം തുരക്കുവാൻ കഴിയുന്നത് പോലെ കൃത്യമായി കൊത്തുവാൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ പ്രകൃതിദത്തമായ ഹെൽമെറ്റ് ഉള്ള പക്ഷിയാണ് വുഡ്പക്കർ അല്ലെങ്കിൽ മരംകുത്തി എന്ന് പറയാം. 8. ദേശാടന പക്ഷികൾ. ഒരുതരം താറാവിനത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഓരോ വർഷവും സഞ്ചരിക്കുന്ന പക്ഷികളാണ് ഇവ. ഇംഗ്ലീഷ് അക്ഷരമായ വി ആകൃതിയിലാണ് ഇവ കൂട്ടമായി പറക്കുന്നത്. ഈ പക്ഷികൾക്ക് നക്ഷത്രങ്ങൾ നോക്കി ദിശ കണ്ടെത്തുവാൻ കഴിയും. കൃത്യമായ ഒരു ലൊക്കേഷനിലേക്ക് അല്ല, പക്ഷേ കൃത്യമായ ദേശങ്ങളിലേക്കാണ് ഇവ ഓരോ കാലത്തും സഞ്ചരിച്ചെത്തുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സെൻസിംഗ് ഈ ദേശാടന പക്ഷികളിൽ ഉണ്ട്. വി ഷേപ്പിൽ ഉള്ള സഞ്ചാരം വഴി വായു പ്രതിരോധത്തെ ഒഴിവാക്കുവാനും ഊർജം സംരക്ഷിച്ച് ദീർഘദൂരം പറക്കുവാനും ഇവയ്ക്ക് കഴിയും. 9. കാക്ക. ലോജിക്കൽ തിങ്കേഴ്സ് ആണ് കാക്കകൾ. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ പരിഹരിക്കുവാനായി അതിന് ഉള്ള ഉപകരണങ്ങൾ കണ്ടെത്തി അവ ഉപയോഗിക്കുവാൻ കാക്കയ്ക്ക് കഴിയും. മുഖം തിരിച്ചറിയാനുള്ള കഴിവും കാക്കയ്ക്ക് ഉണ്ട്. ശരീരത്തിന്റെ വലിപ്പത്തിന് അനുപാതമായ തലച്ചോറാണ് കാക്കയ്ക്ക് ഉണ്ടാകുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഘടനയും ഈ തലച്ചോറിലുണ്ട്. ദീർഘകാലത്തേക്ക് ഓർത്തിരിക്കുവാനും ഇവയ്ക്ക് കഴിയും. നാം പറയാറുണ്ട് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് വേണ്ടതെന്ന്. ഏറ്റവും സ്മാർട്ടസ്റ്റായി ലോകത്ത് ജോലി ചെയ്യുന്ന പക്ഷികളാണ് കാക്ക. 10 മയിലുകൾ. സൗന്ദര്യത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന പക്ഷിയാണ് പീകോക്ക്. അതിന്റെ പീലികൾ വിടർത്തി ദൃശ്യത്തിലൂടെ ആശയവിനിമയം നടത്തുന്നു. ഇവയുടെ തൂവലുകൾക്ക് റിഫ്ലക്ട് ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഘടനയുണ്ട്. വ്യത്യസ്ത തരം കഴിവുകളുള്ള 10 പക്ഷികളെ കുറിച്ചാണ് പങ്കുവച്ചത്. ഇതുകൂടാതെ മറ്റു പക്ഷികൾക്കെല്ലാം അതിനുള്ള ആഹാരം തേടുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനും ഇണകളെ ആകർഷിക്കുവാനും കാലാവസ്ഥയെ അതിജീവിക്കുവാനുമുള്ള പ്രത്യേക കഴിവുകളുണ്ട്. പ്രാവുകളും ദേശാടന പക്ഷികളും ദിശ കണ്ടെത്തുന്നു. തത്തകൾ സംസാരിക്കുന്നു. മൂങ്ങകൾ രാത്രിയിൽ കാണുകയും നിശബ്ദമായി പറക്കുകയും ചെയ്യുന്നു. പരുന്തുകൾ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഇരയെ വ്യക്തമായി കാണുന്നു. കാക്കകൾ ആലോചിക്കുകയും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഓരോ പക്ഷികളും വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. ഈ കഴിവുകൾക്ക് പിന്നിൽ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഉണ്ട്. പ്രകൃതിയുടെ ഭാഗമായി ഒരുക്കപ്പെട്ട വിസ്മയങ്ങൾ.